കർത്താവിൽ എനിക്ക് വളരെ പ്രിയനും വളരെ ബഹുമാന്യനുമായ പാസ്റ്റർ സ്റ്റീഫൻസൺ, ഇന്നത്തെ യോഗത്തിന് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ രാജു, എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരന്മാർ, സഹോദരിമാർ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കും. പാസ്റ്റർ സ്റ്റീഫൻസനുമായിട്ടുള്ള കൂട്ടായ്മ ദീർഘവർഷങ്ങളായി തന്നെ അടുത്തറിയുവാൻ, തന്നോടൊപ്പമുള്ള കൂട്ടായ്മകൾ വളരെ ആനന്ദത്തോടെ അയവിറക്കുവാൻ ദൈവം സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പാസ്റ്റർ നിരന്തരമായി ഈ കാലത്ത് ദൈവസഭയിൽ യോഗം നടത്തുന്നത് കണ്ട് ഞാൻ വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും കർത്താവിൻ്റെ ദാസന്റെ ആത്മഭാരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. നിങ്ങളെ എല്ലാവരെയും കർത്താവ് തൻ്റെ സുരക്ഷിതമായ വലയത്തിൽ ക്ഷേമമായി പരിപാലിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് തിരിഹിത പ്രകാരം മറുപടി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും പേര് എടുത്തു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുന്ന വിലപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ സ്റ്റീഫൻസൺ. അത്രമാത്രം എനിക്ക് അദ്ദേഹത്തിനോട് ആത്മാവിൽ ആഴമുള്ള ബഹുമാനവും സ്നേഹവും. ജീവിതയാത്രയിൽ ലഭിച്ച എല്ലാ ആത്മബന്ധങ്ങൾക്കായും ഞാൻ കർത്താവിനെ വളരെ മഹത്വപ്പെടുത്തുന്നു. ഇന്ന് രാത്രിയിലെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യത്തിന്റെ 2-ാം ഭാഗവും 15-ാം വാക്യത്തിന്റെ ആരംഭ ഭാഗവും. യോഹന്നാൻ 1:14 2-ാം ഭാഗം. ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 14 സെക്കൻഡ് പാർട്ട്. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു. കർത്താവിന്റെ തേജസ് ഞങ്ങൾ കണ്ടു. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു. ഒരു പ്രീച്ചറിന്റെ ദൗത്യം എന്താണെന്ന്, ഒരു ശുശ്രൂഷകന്റെ ദൗത്യം എന്താണെന്ന് വളരെ ശ്രേഷ്ഠമായി മഹാനായ സ്പർജൻ പറഞ്ഞിട്ടുണ്ട്. 4 പ്രധാന ക്വാളിറ്റീസ് ഒരു പ്രീച്ചറിനുണ്ടാകണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 1, preacher should be divinely illuminated. പ്രസംഗകൻ ദൈവീകമായ വെളിച്ചം ലഭിച്ചവനായിരിക്കണം. 2, preacher is one who knows the truth himself. അവൻ തന്നെ സത്യത്തെ അറിഞ്ഞവനായിരിക്കണം. 3, he should not expect his ministry to be successful always. തന്റെ ശുശ്രൂഷ എപ്പോഴും വിജയകരമാകണമെന്ന് താൻ പ്രതീക്ഷിക്കരുത്. വിജയകരം എന്ന വാക്കിന് സ്പർജൻ ദീർഘമായ നിർവചനം നൽകുന്നുണ്ട്. നമുക്ക് അത് വിസ്തരിക്കാൻ സമയം പോരാ. 4-ാമത് അദ്ദേഹം പറഞ്ഞു, his subject matter should be only one. തന്റെ പ്രസംഗ വിഷയം ഒന്നു മാത്രമായിരിക്കണം, യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ എവിടെ മഹത്വപ്പെടുത്തുമോ, എവിടെ യേശുക്രിസ്തുവിനെ ഉയർത്തുമോ
അവിടെ ദൈവത്തിന്റെ തേജസ് അനുഭവിക്കാൻ കഴിയും. ഈ 1-ാം അധ്യായം, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ തേജസ് ക്രിസ്തുവിൽ വെളിപ്പെടുന്നത്, അതിലെ പ്രധാന ചില ചിന്തകളാണ് ഇന്ന് രാത്രി നിങ്ങൾക്ക് പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിക്കുന്നത്. യോഹന്നാൻ അവന്റെ തേജസ്സിനെ സാക്ഷീകരിച്ചു, അഥവാ യോഹന്നാനിൽ ആരംഭിച്ചു അവന്റെ തേജസ്സിന്റെ വെളിപ്പാട്. യോഹന്നാൻ എന്നാൽ സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാനിൽ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ വെളിപ്പാട് ആരംഭിച്ചു. ഇന്ന് നമ്മിൽ അത് എത്തി നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് ക്രിസ്തുവിന്റെ തേജസ്സാണ്. രക്തത്താൽ ജയം, കർത്താവിന്റെ തേജസ് ഞങ്ങളുടെ ഹോളിൽ ഇറങ്ങി വരണമെന്നൊക്കെ ആളുകൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അബദ്ധങ്ങളാണ്. അതൊക്കെ കേൾക്കാൻ ഇമ്പമുള്ളതാണെങ്കിലും പുതിയ നിയമ ദൈവസഭയിൽ തേജസ് ഇറങ്ങി വരില്ല. ക്രിസ്തു നമ്മിൽ വ്യാപരിക്കുമ്പോൾ നമ്മിൽ നിന്ന് തേജസ് വെളിപ്പെടാൻ ആരംഭിക്കും. ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഇന്ന് രാത്രിയിലെ ദൈവവചന കേൾവി നമ്മിലുള്ള ക്രിസ്തുവിന്റെ തേജസ്സിന്റെ വ്യാപനത്തിന് ഹേതുവായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ തേജസ്സിന്റെ വ്യാപനമാണ് വിവിധ മേഖലകളിൽ നമുക്ക് വിടുതലായി വ്യാപരിക്കുന്നത്, വിവിധ മേഖലകളിൽ നമുക്ക് ജയമായി വ്യാപരിക്കുന്നത്. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ കണ്ട യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ ആദ്യ വെളിപ്പാട്, അവൻ, വാക്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ സാവകാശം കിട്ടുന്നത് പോലെ യോഹന്നാൻ 1-ാം അധ്യായം ശ്രദ്ധിച്ച് ധ്യാനിച്ചാൽ മതി. അവൻ ദൈവത്തിന്റെ കുഞ്ഞാട്, ദൈവത്തിന്റെ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന വെളിപ്പാട് യോഹന്നാൻ ലോകത്തിന് ആദ്യമായി നൽകുകയാണ്. ദൈവത്തിന്റെ കുഞ്ഞാടെന്ന പദത്തിൽ യോഹന്നാൻ ഓർമ്മിപ്പിക്കുന്നത് ഏക ദൈവ വിശ്വാസത്തിൽ ആരംഭിച്ച യഹൂദ മാർഗത്തിൽ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ട മാധ്യമമായ യാഗം എന്നത് തന്നെയാണ്. ദൈവത്തിന് മഹത്വം. വിവരിക്കുന്നില്ല, സമയത്തിന്റെ വളരെ പരിമിതി കൊണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തിന്റെ പാപം ചുമക്കുന്ന കുഞ്ഞാട്, ലോകത്തിന്റെ പാപത്തെ ചുമക്കാൻ ആർക്കാണ് കഴിയുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതയാത്രയിൽ കൂടുതൽ കൂടുതൽ അനുഭവിച്ചറിയും തോറും അവിടുത്തെ മഹത്വത്തിന്റെ മുൻപിൽ നാം വളരെ വിനയപ്പെടുകയാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ കൂടുതൽ ആത്മീയനായി തീരുമ്പോൾ, കൂടുതൽ കർത്താവിനോട് അടുക്കുമ്പോൾ അയാൾ കൂടുതൽ കൂടുതൽ വിനയാൻവിതനാകുന്നത്. അതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. ഞാൻ ഒന്നുകൂടെ കയറി പറയട്ടെ അതിനകത്ത്. ഒരുവൻ ആത്മീയനാണോ എന്ന് നിർണയിക്കാനുള്ള അളവുകോലുകളിൽ പ്രധാന അളവുകോൽ ആ മനുഷ്യനിൽ എത്രമാത്രം വിനയമുണ്ട് എന്നതാണ്. നാം അതിനെയൊക്കെ നേരെ തിരിച്ചു കളഞ്ഞു എന്നത് ദുഃഖകരമായ യാഥാർത്ഥ്യമാണ്. വിനയത്തോടെ ഇരിക്കുന്ന ഒരു ദൈവദാസൻ കഴിവില്ലാത്തവനാണ് എന്നാണ് നാം പലപ്പോഴും ധരിച്ചു വെക്കുന്നത്. അതിനകത്ത് ആഴമേറിയൊരു ദൂത് കിടപ്പുണ്ട്. വിനയത്തോടെ എല്ലാറ്റിലും മൗനമായിരിക്കുന്ന ഒരു ദൈവമനുഷ്യനെ നാം എങ്ങനെ കാണുന്നു ആ നിലയിലല്ല ദൈവം കാണുന്നത്. യോഹന്നാൻ അത് വ്യക്തമാക്കുന്നു. അവനോ വളരണം, ഞാനോ കുറയണം. പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കാണാം നാം കുറവ് വാസ്തവമായി ഹൃദയത്തിൽ സ്വാംശീകരിച്ച വ്യക്തിയാണോ എന്ന് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രിയിലെ വചന കേൾവിയിൽ ഒരു ആത്മശോധന നമുക്ക് നടത്താം.
അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഞാൻ തീർച്ചയായും കരുതട്ടെ. യേശു ക്രിസ്തു എന്നിൽ വളരും തോറും ഞാൻ ചെറുതായി വളരെ അപ്രധാനനായ ഒരാളായി എൻ്റെ ജീവിതത്തെ കാണാൻ എനിക്ക് കഴിയും. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ലോകത്തിൽ വളരെ മുമ്പനാകാൻ, എല്ലാവരിലും വലിയ ആളാകാൻ ലോകക്കാർ കഴിയാവുന്നത്ര അധ്വാനിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന്റെ അകത്ത് വരേണ്ട ചിന്ത, എന്നെ ആരും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എന്നിൽ കർത്താവ് വെളിപ്പെട്ടാൽ മാത്രം മതി. കർത്താവ് ഒരുവനിൽ വെളിപ്പെട്ടാൽ വരുന്ന അത്ഭുതകരമായ പരിവർത്തനങ്ങളെ കുറിച്ച് നാം ഈ അധ്യായത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. ദൈവത്തിനും മഹത്വം. യേശു പാപം ചുമക്കുന്ന കുഞ്ഞാട്. യോഹന്നാന്റെ പ്രസ്താവന ദീർഘമായ ഒരു പ്രഭാഷണത്തെക്കാൾ, ദീർഘമായ ഒരു ഗ്രന്ഥത്തെക്കാൾ ആഴമുള്ള സന്ദേശമാണ് എന്ന് നമുക്കറിയാം. മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം മനുഷ്യനെ ഏറ്റവും ആഴമായി അലട്ടുന്ന ഉത്തരമില്ലാത്ത പ്രതിഭാസമാണ്. ദൈവത്തിനും മഹത്വം. യേശുക്രിസ്തുവിനെ സൗഖ്യമാക്കുന്ന ഒരു വ്യക്തിയായി ഒരാൾ കണ്ടെത്തിയെന്ന് വന്നേക്കാം. യേശുക്രിസ്തുവിനെ ജീവിത പ്രതിസന്ധികളിൽ സഹായിയായി ഒരാൾ കണ്ടെത്തിയെന്ന് വന്നേക്കാം. അതെല്ലാം യേശുക്രിസ്തു എന്ന മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ചെറിയ വാതിൽ മാത്രമാണ്. ആ വാതിലൂടെ അകത്തേക്ക് കയറുമ്പോൾ നാം കാണുകയാണ്, എന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ് കർത്താവായ യേശുക്രിസ്തു. പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണ് യേശുക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയാലേ യഥാർത്ഥ സുവിശേഷത്തിന്റെ പ്രഘോഷണം ആകുകയുള്ളൂ. മറ്റതെല്ലാം ചെറിയ വഴികൾ മാത്രമാണ്. അതൊന്നും തെറ്റല്ല. പക്ഷെ ആ വാക്കിലൂടെ ചെന്നെത്തണം യേശുക്രിസ്തുവിനു മാത്രം കഴിയുന്ന, യേശുക്രിസ്തുവിനു മാത്രം സ്വാതന്ത്ര്യം വരുത്താൻ കഴിയുന്ന ആ മഹത്വകരമായ പാപത്തിന്റെ വിടുതൽ എന്ന യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇപ്പൊ സാക്ഷാലുള്ള സ്വാതന്ത്ര്യം. ലോകത്തിൽ വന്ന നിരവധി ഗുരുക്കന്മാർക്ക് പല നിലയിൽ സ്വാതന്ത്ര്യം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയിൽ പാർക്കുന്ന നിങ്ങൾക്ക് എബ്രഹാം ലിങ്കൺ എന്ന പേര് സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. എന്നാൽ ആ സ്വാതന്ത്ര്യങ്ങളൊന്നും സാക്ഷാൽ സ്വാതന്ത്ര്യമല്ല. സാക്ഷാൽ സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിങ്ങളെ ബന്ധിക്കുന്ന ഏത് അവസ്ഥകളിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം തരുവാൻ കഴിയുന്ന ഒരുവൻ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന ബോധ്യമാണ് നമ്മെ ജയകരമായി ജീവിക്കാൻ സാധ്യമാക്കുന്നത്. ദൈവത്തിന് മഹത്വം. യോഹന്നാൻ കണ്ട ഈ തേജസ്സിൽ നിന്ന് മുന്നോട്ട് വരുമ്പോൾ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ കാണിച്ചു കൊടുക്കുകയാണ്. അന്ന് ആർക്കും അത്ര പരിചിതനല്ലാത്ത ഈ ആശാരിയെ, ആ ആശാരിയുടെ പുറകെ യോഹന്നാന്റെ ശിഷ്യന്മാർ നടന്നു നീങ്ങുക. നാം നമ്മുടെ ചുറ്റും ശിഷ്യന്മാരെ എങ്ങനെയെങ്കിലും പിടിച്ചു വെക്കാൻ നോക്കുമ്പോൾ യോഹന്നാൻ അതിന് നിർബന്ധമില്ല. യോഹന്നാൻ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സാക്ഷാൽ തേജസ്സായ, സാക്ഷാൽ ദൈവമായ, സാക്ഷാൽ കുഞ്ഞാടായ, സാക്ഷാൽ സ്വാതന്ത്ര്യം വരുത്തുന്ന നസ്രയനെ എന്റെ ശിഷ്യന്മാർ കണ്ടെത്തണം. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ വാക്കായി യോഹന്നാൻ ഉപയോഗിച്ചിരിക്കുന്ന പദം, സുവിശേഷകനായ യോഹന്നാൻ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ വാചകമായി ഉപയോഗിച്ചിരിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കാന്താണ്, സത്താണ്. ദ ക്രീം ഓഫ് ജോൺസ് ഗോസ്പൽ. എന്താണ് ആ പദം? നിങ്ങൾക്കറിയാം. യോഹന്നാൻ 1
39 വാക്യത്തിൽ അത് നാം കാണുന്നു. വന്ന് കാൺമിൻ. നമ്മുടെ ആധാരവാക്യവുമായി ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കിക്കേ. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഇപ്പൊ എന്ത് വന്ന് കാണാനാണ് കർത്താവ് ക്ഷണിക്കുന്നത്? കർത്താവ് വന്ന് കാണാൻ ക്ഷണിക്കുന്നത് അവന്റെ തേജസ്സിനെയാണ്. ദൈവത്തിന് മഹത്വം. എന്റെ പ്രാർത്ഥനയും എന്റെ ആശയും നമ്മുടെ ഓരോ കൂട്ടായ്മയിലും കർത്താവിന്റെ തേജസ് നമ്മിലൂടെ വെളിപ്പെടുവാനിടയായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. കർത്താവ് എത്ര ധീരമായിട്ടാണ് ഇത് പറയുന്നത്. കർത്താവിന് എന്തോ ഒരു ആർജവമാണ്. He was not having a tinge of doubt. നാളെ വരൂ, കുറച്ച് ദിവസം വരുന്നു കഴിഞ്ഞിട്ട് വരൂ, ഞാനെല്ലാം ഒന്ന് ക്രമീകരിച്ചോട്ടെ. Come and see. Come and see who am I. നമുക്ക് ഇന്ന് രാത്രി അങ്ങനെ പറയാൻ കഴിയണ്ട. നമ്മുടെ ജീവിതത്തിൽ ആളുകളെ കൂടുതൽ അടുത്ത് കാണുമ്പോൾ പലപ്പോഴും നമുക്ക് അവരോടുള്ള ബഹുമാനം കുറയാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന പ്രാർത്ഥനയാണ്, ഒരു മനുഷ്യൻ എന്നെ കൂടുതൽ അറിയും തോറും എന്നോടുള്ള സ്നേഹവും ആദരവും വർദ്ധിക്കാനിട വരണം. എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ എനിക്ക് തന്ന ഒരു പ്രധാന ഉപദേശം, സഭായോഗത്തിന് വന്നാൽ സഭായം കഴിഞ്ഞ് ഉടനെ പോയിക്കോണം എന്ന് പറഞ്ഞാൽ നീ ആരെയും കൂടുതലൊന്നും വലിയ അടുത്തറിയണ്ട, അടുത്തറിഞ്ഞാൽ അപകടമാണെന്ന. എൻ്റെ പ്രിയപ്പെട്ട ദൈവ പൈതലേ, ഇന്ന് രാത്രി താങ്കളെ ഒരാൾ അടുത്തറിഞ്ഞാൽ, താങ്കളെ ഒന്ന് വന്ന് കണ്ടാൽ, താങ്കളിൽ വ്യാപരിക്കുന്ന ദൈവകൃപ മനുഷ്യർക്ക് ബോധ്യപ്പെടുമോ? താങ്കളിൽ വ്യാപരിക്കുന്ന ദൈവ തേജസ് മനുഷ്യർക്ക് ബോധ്യപ്പെടുമോ? വാസ്തവമായും ഈ മനുഷ്യൻ ഒരു ദൈവ മനുഷ്യനാണ് എന്ന് താങ്കളെ കുറിച്ച് വിലയിരുത്തുമോ? എന്നെ കുറിച്ച് വിലയിരുത്തുമോ? വളരെ ഭയത്തോടെ ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുകയാണ്. നിങ്ങളുടെയും എന്റെയും പ്രാർത്ഥനാ മുറിയിൽ ഇന്ന് രാത്രി മുഴങ്ങട്ടെ ഹൃദയപൂർവമായ ഒരാശ നമ്മുടെ അകത്ത് വരട്ടെ. കർത്താവേ, എന്നെ അടുത്ത് അറിയും തോറും കർത്താവിന്റെ മഹത്വം എൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയണമേ. എന്നിലൂടെ കർത്താവിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ കർത്താവേ, എൻ്റെ ജീവിതം അങ്ങയുടെ ഒരു മാധ്യമമായി മാറട്ടെ. അങ്ങയുടെ ഒരു മീഡിയമായി എൻ്റെ ജീവിതം മാറണമേ എന്നിന്ന് രാത്രി ഹൃദയം നുറുങ്ങി നമുക്ക് പറയാൻ ഇടവരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, വന്നു കാൺമീൻ. കർത്താവിന്റെ ഈ വാചകം അവർ കേട്ടു. എന്താണ് അവർ കണ്ടെത്തിയത്? അവർ കണ്ടെത്തിയത് അവർ ഓടി വന്ന് പറയുന്നുണ്ട് പത്രോസിനോട്, ഞങ്ങൾ മിശിഹായെ കണ്ടു. കർത്താവ് ഒരു പ്രഭാഷണം അവരോട് നടത്തിയതായി നാം വായിക്കുന്നില്ല. കർത്താവിന്റെ അടുത്ത് ഇവർ വന്ന് പാർത്തപ്പോൾ എന്താണ് അവിടെ നടന്നതെന്ന് നമുക്കറിയത്തില്ല. യോഹന്നാൻ രേഖപ്പെടുത്താത്തത് കൊണ്ട് ഞാൻ കരുതുന്നു കർത്താവിന്റെ സാന്നിധ്യം മാത്രം മതി അവർക്ക്
മിശിഹായെ കണ്ടെത്താൻ. ഹല്ലേലൂയ. മഹാനായ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം, എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ഒരു വാചകം: preach the gospel all the time, use words if necessary. മുഴുവൻ സമയവും സുവിശേഷം പ്രസംഗിക്കുക, വേണമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക. അർത്ഥം മനസ്സിലായില്ലേ? നിങ്ങളുടെ പ്രഭാഷണത്തെക്കാൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തു വെളിപ്പെടട്ടെ. നിങ്ങളുടെ പ്രതികരണങ്ങളിലൂടെ ക്രിസ്തു വെളിപ്പെടട്ടെ. നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലം, നിങ്ങൾ ഒരു വാക്കുപോലും സുവിശേഷം പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ ക്രിസ്തുവിന്റെ മഹത്വം മറ്റുള്ളവർ തിരിച്ചറിയുവാൻ ഇടവരട്ടെ. ദൈവത്തിനു മഹത്വം, ദൈവത്തിനു മഹത്വം. വന്നു കാണൂ, വന്നു കാണൂ എന്റെ ജീവിതം, വന്നു കാണൂ ഞങ്ങളുടെ കൂട്ടായ്മ, വന്നു കാണൂ ഞാൻ എങ്ങനെയാണ് എന്റെ ഭൗതിക ജോലി സ്ഥലത്ത് പ്രവർത്തിക്കുന്നത്, വന്ന് കാണൂ എന്റെ ഭവനത്തിൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് എങ്ങനെയാണ് ഇടപെടുന്നത്, വന്ന് കാണൂ ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിത പങ്കാളിയോട് ഇടപെടുന്നത്. അവിടെ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ തേജസ് കാണാം എന്ന് പറയാനുള്ള ഒരാർജവം ഇന്ന് രാത്രി നമുക്കുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം. ലെറ്റ് ജീസസ് ഗ്ലോറി ബി ഡിവൈൻലി propagated through our lives. ദൈവത്തിനു മഹത്വം. കർത്താവിന്റെ പ്രഭാഷണങ്ങളുടെ സ്വഭാവം പഠിച്ചാൽ ഭൗതിക തലത്തിൽ മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്കുകളെ കർത്താവ് ആത്മീയ തലത്തിലേക്ക് ഉയർത്തുന്നു. ഒന്ന് രണ്ട് ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ പെട്ടെന്ന് പറയാം. മനുഷ്യന്റെ ജനനത്തെ കുറിച്ച് നിക്കോദോമോസിനോട് കർത്താവ് സംസാരിക്കുമ്പോൾ മനുഷ്യ ജനനവും വീണ്ടും ജനനവും തമ്മിൽ കർത്താവ് കണക്ട് ചെയ്യുന്നു. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ശമരിയക്കാരത്തി വെള്ളത്തെ കുറിച്ചുള്ള സംഭാഷണത്തിൽ കർത്താവ് ജീവനുള്ള വെള്ളമായ യേശുക്രിസ്തുവിന്റെ ആത്മീയ തലത്തെ പരിചയപ്പെടുത്തുന്നു. രണ്ട് ഉദാഹരണങ്ങൾ സമയക്കുറവ് കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഭൗതിക തലത്തിലെ അനുഭവങ്ങൾക്കകത്തു നിന്ന് യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ കർത്താവ് പരിചയപ്പെടുത്തുന്നു. അതിനകത്തൊരു സന്ദേശമുണ്ട്. നാം നമ്മുടെ സ്നേഹിതരുമായി, നമ്മുടെ സഹപ്രവർത്തകരുമായി ഏത് കാര്യം സംസാരിക്കുമ്പോഴും അതിലൂടെ ആത്മീയ തലത്തിലേക്ക് നമ്മുടെ സംഭാഷണത്തെ കൊണ്ടുപോകാൻ ഒരാത്മീയന് കഴിയണം. ലോകകാര്യം മുഴുവൻ പറഞ്ഞ് സൗഹൃദങ്ങൾ അവസാനിപ്പിക്കുന്നവരാണ് പലപ്പോഴും വിശ്വാസി. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ശവസംസ്കാരത്തിന് പോയപ്പോൾ ഞാൻ ശ്മശാനത്തിൽ മൃതദേഹം എത്തുന്നതിന് മുമ്പ് എത്തി. അപ്പോൾ അവിടെ ഒരു 3-4 സഹോദരന്മാർ തമ്മിൽ വർത്തമാനം പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ അവരോടൊപ്പം കൂടി. മൃതദേഹം എത്താൻ ഒരു 10-20 മിനിറ്റ് എടുത്തു. ഈ 20 മിനിറ്റുള്ള അവരുടെ സംഭാഷണം, അതിൽ ദൈവം എന്നൊരു വാക്ക് വന്നില്ല. ദൈവവുമായുള്ള അവരുടെ ബന്ധത്തെ സംബന്ധിക്കുന്ന ഒരു പദം പോലും വന്നില്ല. അവര് പറഞ്ഞത് മുഴുവൻ ലോകകാര്യമാണ്. തെറ്റാണോ അത് പറയുന്നത്? ഒരിക്കലുമല്ല. പക്ഷേ നമ്മുടെ സംഭാഷണത്തിന്റെ ഫോക്കസ് ക്രിസ്തീയ ജീവിതമായിരിക്കണം. അല്ലെങ്കിൽ നാം എന്തിനാണ് ആത്മീയരെന്ന് നമ്മെ വിളിക്കുന്നത്? ആത്മീയൻ ആത്മീയമായ ഇത് സംഭാഷണം വരണം.
യേശുക്രിസ്തുവിനോട് ഏത് ഭൗതിക കാര്യങ്ങൾ കൊണ്ടു ചെന്നാലും കർത്താവ് അതിനെ ആത്മീയ തലത്തിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്തുകൊണ്ടാണ്? അവനിൽ തേജസ് വ്യാപരിക്കുന്നു. പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം കൂടെ ഇതിനോട് കണക്ട് ചെയ്യാം. കറ്റാനം എന്ന് പറഞ്ഞ സ്ഥലത്ത്, കേരളത്തിൽ കറ്റാനം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ എനിക്ക് വളരെ പ്രിയനായ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, ചാക്കോച്ചായൻ. മരിച്ചുപോയി. വളരെ ദരിദ്രനായിരുന്നു. താജ് ഹോട്ടലിലെ ലെതർ ടാനർ ആയിരുന്നു താൻ. അതുപേക്ഷിച്ച് ഒരു സുവിശേഷകനായ മനുഷ്യനാണ്. ചാക്കോച്ചായൻ പാർത്തിരുന്ന ഒരു ചെറിയ ഭവനത്തിലാണ്. അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ പോകുകയും അദ്ദേഹത്തോടൊപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യും. അദ്ദേഹം വല്ലപ്പോഴും ഞങ്ങളുടെ ഭവനത്തിൽ വരും. ഈ മനുഷ്യൻ വന്നു കയറിയാൽ ഈ മനുഷ്യന്റെ വായിൽ നിന്ന് സ്തോത്രം 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 എന്ന പദം ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കും. ആ മനുഷ്യൻ വന്നു കയറുന്നത് ഒരാനന്ദകരമായ അനുഭവമാണ്. തന്നോടൊപ്പം ചിലവഴിക്കുന്ന സമയം വളരെ ആനന്ദകരമായ അനുഭവമാണ്. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു ദൈവിക തേജസ് വിളങ്ങുന്ന ഒരു മനുഷ്യന്റെ സാന്നിധ്യം, ഒരു മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ നമുക്ക് ഹൃദയത്തിൽ ആനന്ദം പകരുന്നതായിരിക്കും. ദൈവത്തിന് മഹത്വം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വന്ന് കണ്ട യേശുക്രിസ്തു വന്ന് പാർക്കുന്ന സ്ഥലം കണ്ടെത്തിയ മനുഷ്യർ ഓടുകയാണ്. അന്ത്രയോസ് ഓടുകയാണ് തന്റെ സഹോദരനായ പത്രോസിന്റെ അടുത്തേക്ക്. അതിനകത്തും ഒരു സന്ദേശമുണ്ട്. ഈ തേജസ്സിനോട് ബന്ധപ്പെട്ട് അവന്റെ തേജസ് അനുഭവിച്ചറിഞ്ഞ ഒരുവന് അവനെ കുറിച്ച് പറയാതിരിക്കാൻ സാധ്യമല്ല. ദൈവത്തിന് മഹത്വം. സുവിശേഷം പറയാൻ നാം ഒരാളെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല. അന്ത്രയോസ് ഓടിച്ചെന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾ മിശിഹായെ കണ്ടു, മിശിഹായെ കണ്ടു. പ്രഭാഷണങ്ങളില്ലാതെ, വാക്കുകളില്ലാതെ, മൗനത്തിനകത്തു പോലും യേശുക്രിസ്തുവിൽ വ്യാപരിച്ച തേജസ്സിനെ അനുഭവിച്ചറിയാൻ അന്ത്രയോസിന് കഴിഞ്ഞു. ദൈവത്തിന് മഹത്വം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഒരു പ്രഭാഷണം വേണ്ട ഒരു മനുഷ്യനെ വ്യത്യാസപ്പെടുത്താൻ. വേണ്ട എന്നതിനേക്കാൾ പ്രഭാഷണം വേണമെന്നില്ല. ഒരു മനുഷ്യനെ വ്യത്യാസപ്പെടുത്താൻ നിങ്ങളുടെ സാന്നിധ്യം മതി ഒരു മനുഷ്യനെ വ്യത്യാസപ്പെടുത്താൻ. ഞാൻ ഇന്ന് രാത്രി ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു, എൻ്റെ കേൾവിക്കാരായ നിങ്ങൾ ഓരോരുത്തരുടെയും സാന്നിധ്യം ദുഃഖിതനായി, നിരാശനായി, പ്രത്യാശയില്ലാത്തവനായി, ഭാവിയെ കുറിച്ച് ആകുലനായിരിക്കുന്ന ഒരുവന്റെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുവാൻ നിങ്ങളുടെ സാന്നിധ്യത്തിന് കഴിയുമെന്ന് ഞാൻ നിർണയമായി വെളിപ്പെടുത്തട്ടെ. നിങ്ങളിൽ ക്രിസ്തുവിന്റെ തേജസ് വ്യാപരിക്കുന്നുണ്ടെങ്കിൽ രക്തത്താൽ ജയം. അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സന്ദേശം അവസാനിപ്പിക്കാം. 1-ാം അധ്യായത്തിൽ അടുത്ത പദം പത്രോസിനെ കണ്ട മാത്രയിൽ കാണുന്ന അന്ത്രയോസ് പത്രോസിനെ പിടിച്ചു കൊണ്ടുപോവുക കർത്താവിന്റെ അടുക്കലേക്ക്. നമ്മുടെ കൂട്ടായ്മയിലേക്ക് ആളുകളെ പിടിച്ചു കൊണ്ടുവരുവാൻ നമുക്കെന്താ ഒരു ഡിസയർ നഷ്ടപ്പെട്ടു പോയത്? ഞങ്ങളുടെ അസംബ്ലിയിൽ എല്ലാ ദിവസവും യോഗമുണ്ട്, സ്നേഹിത അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യൂ എന്ന് നിങ്ങൾ എത്ര പേരോട് പറഞ്ഞു? നാം നമ്മിൽ തന്നെ തൃപ്തരായി ജീവിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കുന്നു, ഒരു സ്നേഹിതനോട്, ഒരു കൂട്ടുകാരിയോട്, ഒരു സഹപ്രവർത്തകനോട്, വരൂ
ഞങ്ങളുടെ ചർച്ചിന്റെ സൂം മീറ്റിംഗ് ഉണ്ട്, എല്ലാ ദിവസവും വന്ന് ജോയിൻ ചെയ്യൂ എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ. അങ്ങനെ നിങ്ങളുടെ അസംബ്ലിയിൽ ആളുകൾ വർദ്ധിക്കട്ടെ. ഞാൻ ആത്മാവിൽ നിയോഗത്തിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഒരു വലിയ ദൈവപ്രവൃത്തിയുടെ ആഴമേറിയ അനുഭവങ്ങൾക്കുള്ള മുഖാന്തരങ്ങളായി ഈ യോഗങ്ങളെ മാറ്റാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുക്കമുള്ള വിശുദ്ധന്മാർ ഈ സന്ദേശം ഈ രാത്രിയിൽ സ്വീകരിക്കുമെങ്കിൽ. കർത്താവ് പത്രോസിനെ കണ്ടു. നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്ത് കർത്താവ് പത്രോസിനെ കാണുന്ന രംഗം. എന്നിട്ട് പറയുന്ന വാചകം യോഹന്നാൻ 1-ാം അധ്യായത്തിൽ 42-ാം വാക്യം, ആ ഖണ്ഡിക അവസാനിക്കുന്ന വാക്യം. യോഹന്നാന്റെ പുത്രനായ ശിമോൻ, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ, നിന്റെ പേര് കേഫ എന്നാകും. യേശു ക്രിസ്തുവിന്റെ തേജസ് നൽകുന്ന അടുത്ത ഇഫക്റ്റ്, യേശു ക്രിസ്തുവിന്റെ തേജസ് നമ്മുടെ പേരു മാറ്റും. അർത്ഥം മനസ്സിലാവുന്നുവല്ലോ? പേരു മാറുക എന്നാൽ ഭാവി മാറുക. പേരു മാറുക എന്നാൽ എൻ്റെ മുൻകാല ജീവിതത്തിന്റെ കെട്ടുകൾ പൊട്ടിമാറുക, എൻ്റെ മുൻകാല ജീവിതത്തിന്റെ ശാപങ്ങൾ അഴിഞ്ഞു മാറുക, എൻ്റെ മുൻകാല ജീവിതത്തിന്റെ പരിദേവനങ്ങൾ ഇല്ലാതെയാകുക. രക്തത്താൽ ജയം. നീ ഇന്ന് പത്രോസാണ്, എന്നാൽ ഞാൻ നിന്നെ എൻ്റെ തേജസ് കൊണ്ട് കേഫാവാക്കി മാറ്റും. ഹല്ലേലൂയ. യോഹന്നാന്റെ പുത്രനായ ശിമോൻ, ആ പദത്തിലൊക്കെ എത്ര ഡെപ്ത് ഉണ്ട്. നിന്നെ എനിക്കറിയാം, നിന്റെ അപ്പന്റെ പേരെനിക്കറിയാം. നമ്മുടെ ഇടയിൽ ഈ ആളിന്റെ പേരൊക്കെ വിളിക്കുന്ന ആളുകളില്ലേ, എനിക്ക് വിയോജിപ്പൊന്നുമില്ല. പക്ഷെ ഈ ആളുകൾ എന്താ വിളിക്കുന്ന ആളിന്റെ പേര് മാത്രം പറയുന്നേ? അവരുടെ അപ്പന്റെ പേരൂടെ എന്താ പറയാത്ത? കുഞ്ഞമ്മേന്ന് വിളിച്ച 10 കുഞ്ഞമ്മ കാണും യോഗത്തിൽ. ജോസഫിന്റെ മകൾ കുഞ്ഞമ്മ എന്ന് പറയാൻ പറ്റാത്തത് എന്താ? കർത്താവ് വെളിപ്പെടുത്തുന്നത് സമ്പൂർണമായിട്ടാണ്. ഞാൻ ഇങ്ങനെ പഠിപ്പിക്കട്ടെ നിങ്ങളെ. ഹോളി സ്പിരിറ്റ് സ്പീക്സ് ക്ലിയർലി. ഹോളി സ്പിരിറ്റ് സ്പീക്സ് സ്പെസിഫിക്കലി. ഹോളി സ്പിരിറ്റ് സ്പീക്സ് പേഴ്സണലി. നീ വെറും പത്രോസ് അല്ല, നീ യോഹന്നാന്റെ പുത്രനായ പത്രോസാണ്. അർത്ഥം, എനിക്ക് നിന്നെ അറിയാം, നിന്റെ അപ്പനെ അറിയാം, എനിക്ക് നിന്നെ അറിയാം, നിന്റെ ഭൂതകാലം അറിയാം, എനിക്ക് നിന്നെ അറിയാം, നീ എവിടെ നിന്ന് വന്നുവെന്നറിയാം, എനിക്ക് നിന്നെ അറിയാം, നിന്റെ പരാജയങ്ങൾ അറിയാം, എനിക്ക് നിന്നെ അറിയാം, നിന്റെ ജീവിതത്തിൽ വന്ന അരുതായ്മകൾ അറിയാം. ഐ നോ യു ആസ് യു ആർ. പക്ഷേ എന്റെ തേജസ് കൊണ്ട് ഞാൻ നിന്നിൽ വെളിപ്പെടുമ്പോൾ, എന്റെ തേജസ് കൊണ്ട് ഞാൻ നിന്നെ കേഫാവാക്കി മാറ്റും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, കഴിഞ്ഞകാല തോൽവികളുടെ വല്ലാത്ത ഹോണ്ടിങ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? കഴിഞ്ഞകാല വേദനകളുടെ വല്ലാത്ത ഭാരം നിങ്ങളെ അലട്ടുന്നുണ്ടോ? കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പരാജയങ്ങളും വേദനകളും നൊമ്പരങ്ങളും നിങ്ങൾക്കൊരു ഭാരമായി ഇന്ന് രാത്രി അനുഭവപ്പെടുന്നുണ്ടോ? ക്രിസ്തുവിന്റെ തേജസ് നിങ്ങളിൽ വ്യാപരിക്കട്ടെ. നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി മാറ്റാൻ കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്നുണ്ട്. Not to be a man of failure, not to be a woman of grieving. Shala rikamana hadiga rigosiana രക്തത്താൽ ജയം. എന്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിന്റെ തേജസ് ഞങ്ങൾ കണ്ടു. ഒന്ന്, അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് കണ്ടു. 2, ദൈവത്തിന്റെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന
കുഞ്ഞാടാണെന്ന് കണ്ടു. 3, അവൻ മിശിഹ ആണെന്ന് കണ്ടു. 4, ഞങ്ങളെ ആളുമാറ്റുന്നവരാണെന്ന് കണ്ടു. ഞാൻ ഇങ്ങനെ കയറി പറയാം, ആത്മനിറവിന്റെ തേജസിന്റെ അനുഭവം ആളുമാറ്റും നമ്മെ. എന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുക നിങ്ങളെ. ഇന്ന് രാത്രി ഓർത്തുകൊള്ളുക, ഞാൻ ഇങ്ങനെ വെള്ളയുടുപ്പിട്ട് വേദപുസ്തകം പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ച മനുഷ്യരല്ല. ജോൺ ന്യൂട്ടന്റെ പ്രസിദ്ധമായ വാചകം ഞാൻ എന്റെ വേദപുസ്തകത്തിന്റെ മുൻ പേജിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അമേസിംഗ് ഗ്രേസ് എന്ന മഹത്തായ പാട്ട് എഴുതിയ ജോൺ ന്യൂട്ടൻ. I am not the man I hope to be. I am not the man I ought to be. I am not the man I wish to be. But I am not the man I used to be by the grace of Jesus Christ. ഞാനായിരുന്ന എന്റെ ജീവിതത്തെ അവന്റെ തേജസ് കൊണ്ട് മൂടി എന്റെ ജീവിതത്തിന് പരിവർത്തനം വരുത്തിയ ക്രിസ്തു ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്താൻ മതിയായവനാണ്. അതേത് പ്രതിസന്ധിയായാലും, ഏത് ദീനമായാലും, ഏത് ബന്ധനമായാലും, ഏത് ശാപമായാലും ക്രിസ്തുവിന്റെ തേജസ്സിന് സ്വാതന്ത്ര്യം വരുത്താൻ കഴിയാത്തതായി ഒന്നുമില്ല. എന്റെ ശരീരത്തിൽ ഇന്ന് രാത്രി ദൈവശക്തി വ്യാപരിക്കുകയാണ്. ദൈവപൈതലേ, ക്രിസ്തുവിന്റെ തേജസ് കാണട്ടെ, നിങ്ങൾ അനുഭവിക്കട്ടെ. ഈ വാക്കുകളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആവശ്യപ്പെട്ടതുപോലെ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടും. എല്ലാവരും അവരവരുടെ ഇടങ്ങളിൽ കണ്ണുകൾ അടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രമാക്കാം. നിങ്ങളുടെ നാവിൽ നിന്ന് മനഃപൂർവമായി സ്തോത്രത്തിന്റെ ശബ്ദമുയരും. മനഃപൂർവമായി ദൈവിക തേജസ്സിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ അകത്ത് കത്തട്ടെ. Lord, I need you more. Lord, I need you more. എന്ന ഒരു വലിയ രോദനം, വലിയൊരു ദാഹം നമ്മുടെ അകത്ത് ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. നിങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവിക തേജസ് വാക്കും ഭാഷണവുമില്ലാതെ നിങ്ങളുടെ സഹപ്രവർത്തകർക്ക് ബോധ്യപ്പെടട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, അങ്ങയുടെ പുത്രന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഈ വചന ശുശ്രൂഷ കേട്ട എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കായും ദൈവദാസന്മാർക്കായും ഞാൻ പ്രാർത്ഥിക്കും. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. കർത്താവിന്റെ തേജസ് ഞങ്ങളിൽ വർദ്ധിക്കട്ടെ. കർത്താവിന്റെ തേജസ് ഞങ്ങളിൽ വർദ്ധിക്കുമ്പോൾ ഞങ്ങൾ ആളുകളെ ഞങ്ങളുടെ ആലയത്തിലേക്ക് വിളിച്ചുകൊണ്ട് വരുവാനുള്ള പ്രേരണയുള്ളവരായി തീരുമല്ലോ. ഈ രാത്രി ഏതെല്ലാം മേഖലകളിൽ ജീവിതത്തിൽ ഇരുട്ട് വ്യാപരിച്ചിട്ടുണ്ടോ അവിടെ ക്രിസ്തുവിന്റെ തേജസ് കൊണ്ട് നിറയട്ടെ. കർത്താവ് നൽകിയ അധികാരത്തിൽ യേശുവിന്റെ നാമത്തിൽ ായ വിലപ്പെട്ട സഹോദരങ്ങളെ
ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമം അവരുടെ ജീവിതത്തിലൂടെ മഹത്വപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം സ്വർഗീയ പിതാവേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും നമ്മോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ജയം നിന്ന കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഡിയർ പാസ്റ്റർ.